പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മഹാന്മാരായ മനുഷ്യർ പണ്ടുകാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മോശം കാലാവസ്ഥ, അതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. കാലാവസ്ഥ മോശമായിരുന്നപ്പോൾ ആ കർഷകൻ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് എന്തു ചെയ്യും? ഒടുവിൽ സ്വന്തം ചെമ്മരിയാടുകളെ ഓരോന്നിനെയായി ഓരോ ദിവസവും കൊന്നു പാചകം ചെയ്ത് ഭക്ഷിക്കാൻ തുടങ്ങി. കാലാവസ്ഥ മോശമായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ തൻ്റെ കോലാടുകളെയും പാകപ്പെടുത്തി വയറിനുള്ളിലാക്കി. പിന്നെയും കാലാവസ്ഥ കൂടുതൽ വഷളായതേയുള്ളൂ. ഇടിയും മിന്നലും മഴയും മാത്രമല്ല, ഇപ്പോൾ ശക്തിയായ കാറ്റും തുടങ്ങിയിട്ടുണ്ട്. അയാൾ കത്തിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴുണ്ടായ തീപ്പൊരി കൊണ്ട് അയാൾ അടുപ്പ് കത്തിച്ചു. അതിൽ അയാൾക്ക് വേണ്ടി കാലങ്ങളോളം വണ്ടി വലിച്ചിരുന്ന കാളകളുടെ ജീവനാണ് ആവിയായിപ്പോയത്. ഇത്രയുമായപ്പോൾ അയാളുടെ 2 കാവൽ നായകൾ ഭീതിയോടെ പരസ്പരം നോക്കി. യജമാനന്റെ പ്രവൃത്തികളെ അവർ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു: ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഉടനെ ഓടി രക്ഷപ്പെടുകയാണ് നല്ലത്. തനിക്ക് വേണ്ടി ഇത്രയും കാലം ഭാരം വലിച്ചിരുന്ന കാളകളോട് പോലും ദയ കാണിക്കാത്ത ആളാണ് നമ്മുടെ ഈ യജമാനൻ. കത്തിപിടിച്ച ആ കൈകൾ നമ്മുടെ നേരെ നീളാൻ ഇനി അധികം വൈകുമെന്നും തോന്നുന്നില്ല. കാലാവസ്ഥ മോശമാണ്, നമുക്ക് രക്ഷപ്പെടാം. കഥ ഇഷ്ടമായ കൂട്ടുകാരെ, എന്താണ് ഈ കഥയുടെ സാരാംശം? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന യജമാനന്മാരുടെ അടുക്കൽ ഭൃത്യന്മാർ ഒരിക്കലും സ്ഥിരമായി നിൽക്കരുത്.